Every person is unique in his or her own way. Each individual on this beautiful planet is created by God to fulfill a particular goal. Whatever I have achieved so far is through His help and an expression of His will. I think this is the main thought which made me apply for the prestigious Sheikh Hamdan Award this year. പാഠ്യേതര മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുഎഇയിലെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 14 വർഷമായി നൽകി വരുന്ന പുരസ്കാരമാണ് ഷെയ്ഖ് ഹംദാൻ അവാർഡ്. ഇത്തവണ 74 പേരാണ് അവാർഡിന് അർഹരായത്. ഇവരിൽ 43 പേരും ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസി വിദ്യാർത്ഥികൾ. അവാർഡ് ലഭിച്ചവരെല്ലാം വിവിധ രംഗങ്ങളിൽ ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. ബഹുമുഖ പ്രതിഭകളായ ഇവരിൽ നിന്നും 5 മലയാളി വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഷാർജ ഡൽഹി പ്രൈവറ്റ് സ്കൂളിൽ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മാവേലിക്കര സ്വദേശി ഗായത്രി സന്തോഷ്. നൃത്തം, ചിത്രരചന, സംഗീതം, ഉപകരണ സംഗീതം, നേതൃപരിശീലനം, ശാസ്ത്രമേള, പ്രസംഗം തുടങ്ങിയ മേഖലകളിലെ മികവാണ് ഗായത്രിയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. ഇതോടൊപ്പം പ്രാദേശിക രാജ്യാന്തര തലത്തിൽ 100ഓളം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഗായത്രിക്ക് ആതുര സേവന രംഗത്ത് ചുവടുറപ്പിക്കാനാണ് താല്പര്യം. ഈ അവാർഡിനായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോമ്പറ്റീഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഡാൻസ്, പെയിന്റിങ്, മ്യൂസിക്, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അതിനകത്ത് വരും. മോർ ദാൻ ദാറ്റ് പിന്നെ അക്കാഡമിക് ലെവലിലും കഴിഞ്ഞ 3 ഇയേഴ്സിൽ മോർ ദാൻ 90% കിട്ടുന്ന പിള്ളേർക്ക് ഈ അവാർഡ് കിട്ടത്തുള്ളൂ. കുഞ്ഞിലെ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് ഡോക്ടർ ആവുന്നതെന്ന്. പിന്നെ ഒരു നല്ല ഫീലിംഗ് ആണ് ഡോക്ടർ ആകുമ്പോൾ. ഒരാളെ സേവ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്റേണലി ഒരു നല്ല ഫീലിംഗ്. യുഎഇയിലെ കലാകായിക വേദികളിൽ നിറസാന്നിധ്യമാണ് വൃന്ദ മോഹൻ. ഷാർജ അവറോൺ ഇംഗ്ലീഷ് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി. കൈവയ്ക്കാത്ത മേഖലകൾ കുറവ്. 4ാം വയസ്സിൽ തിരക്കയറിയാൻ തുടങ്ങിയത് മുതലുള്ള പുരസ്കാര വേട്ട 11ാം വയസ്സിലും തുടരുന്നു എന്നതിന് തെളിവാണ് ഈ ട്രോഫികൾ. പ്രാദേശിക മേഖലാതലത്തിൽ നടന്ന ഒട്ടേറെ യുവജനോത്സവങ്ങളിൽ കലാതിലകവും ഓവറോൾ കലാതിലകവും വ്യക്തിഗത പട്ടങ്ങളും നിരവധി തവണ ഈ നർത്തകിയെ തേടിയെത്തി. മാസ് ഷാർജ ബാലവേദി ജോയിന്റ് സെക്രട്ടറി കൂടിയായ വൃന്ദയുടെ കഴിവുകളെ കുറിച്ച് വൃന്ദ തന്നെ പറയും. ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. പിന്നെ 8ാം വയസ്സിൽ രാജ്യാന്തര പുരസ്കാരം സ്വന്തമാക്കിയ വിദ്യാർത്ഥിയാണ് തൃശൂർ സ്വദേശി ഭരത് രാജേഷ്. ചിത്രരചന, മെന്റൽ അത്ലറ്റിക്സ്, കഥാരചന, സംഗീതം, ഉപകരണ സംഗീതം, അഭിനയം എന്നിവയ്ക്ക് പുറമെ ഷോട്ട്പുട്ട്, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, സ്വിമ്മിംഗ് തുടങ്ങി കായിക വിനോദ രംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പെൻസിൽ, വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ് എന്നിവയിൽ വർണ്ണവിസ്മയം തീർക്കുകയാണ് ഈ 10 വയസ്സുകാരൻ. യൂണിവേഴ്സൽ കൺസെപ്റ്റ് ഓഫ് മെന്റൽ അരിത്തമെറ്റിക് സിസ്റ്റംസിൽ ദേശീയ രാജ്യാന്തര തലത്തിൽ പുരസ്കാരം നേടിയിട്ടുണ്ട്. എമിറേറ്റ്സ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കഥാരചനയിൽ സമ്മാനം നേടി എഴുത്തിന്റെ ലോകത്തും ചുവടുറപ്പിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പം 90 മാർക്സ് വേണം, അതെനിക്കുണ്ട്. പിന്നെ അതല്ലാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ലൈക്ക് മ്യൂസിക്, ആർട്ട്, അബാക്കസ് അതൊക്കെ വേണം. ഡ്രോയിങ് ആൻഡ് പെയിന്റിങ്ങിൽ എനിക്ക് കുറെ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. മെയിനായിട്ട് ഇന്റർനാഷണൽ ലെവലിൽ എനിക്ക് കിട്ടിയത് താഴെ കമ്മിപ്പർ പെയിന്റിംഗ് കോമ്പറ്റീഷൻ. അതൊരു GCC കോമ്പറ്റീഷൻ ആയിരുന്നു. അതിലെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. സംഗീതത്തിന്റെ താളലയത്തിലൂടെ ചിത്രരചനയും പെയിന്റിങ്ങും ഇഷ്ട വിനോദമാണ്. ബേസിക് ടാലന്റായിട്ട് കൊടുത്തത് സിംഗിങ് ആയിരുന്നു. അതിൻ്റെ ഒപ്പം എബിലിറ്റീസിൽ ക്വിസിങ്, പബ്ലിക് സ്പീക്കിംഗ്, പിന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എല്ലാം കൂടെ ചേർത്താണ്. ഫ്യൂച്ചറിൽ ജേർണലിസ്റ്റിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം അതുവഴി പഠിപ്പിക്കുന്നതായിരിക്കും. പാട്ടും നൃത്തവും സംഗീതവും പ്രസംഗവും കണക്കിലെ കളികളും ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ച എറണാകുളം സ്വദേശി മറിയം മാത്യൂസും ഷെയ്ഖ് ഹംദാൻ അവാർഡ് സ്വന്തമാക്കി. ദുബായ് അവറോൺ ഇംഗ്ലീഷ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക്
വിവിധ മത്സരങ്ങളിൽ 100-ലേറെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മെന്റൽ അസമിറ്റിയിൽ പെൺകുട്ടികളും പിറകിലും എന്ന് പറയുന്ന കോലഞ്ചേരി സ്വദേശിനിക്ക് ഇതിലൂടെ സിയേക്കാരിയാവാനാണ് മോഹം. സംഗീതമാണ് മറിയവും നെഞ്ചെന്ന ഒട്ടേറെ മലയാളികൾ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. ഏപ്രിൽ 24-ന് ദുബായിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. സർട്ടിഫിക്കറ്റും 20,000 ദിർഹമും അടങ്ങിയതാണ് പുരസ്കാരം. അവാർഡ് തുക എന്തു ചെയ്യണം എന്നതിനെ കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഞാനിത് സ്ട്രീറ്റ് ആൻഡ് ആർട്സിലേക്ക് കൊടുക്കും. എന്നാലും അതിലൊരു കുറച്ച് എനിക്ക് ചാരിറ്റിക്ക് കൊടുക്കണമെന്നുണ്ട്. എനിക്ക് കിട്ടുന്ന 20,000 ദിർഹംസ് ഞാൻ ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഈ സംഖ്യ തീർച്ചയായിട്ടും ഫ്യൂച്ചർ എന്റെ പഠനത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചെറിയൊരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവാർഡിന്റെ കൂടെ കിട്ടുന്ന പ്രൈസ് മണി ഞാൻ പാവപ്പെട്ട കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൊടുക്കും. പിന്നെ ബാക്കി എന്റെ പഠനത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. എനിക്കതൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും. പിന്നെ എനിക്കെന്തെങ്കിലും വേണ്ട അത് എനിക്ക് അച്ഛൻ വാങ്ങിച്ചു തരും.